ഞാൻ ഓരോ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഞാൻ ഇന്ന് ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അച്ചാറാണെന്നല്ലേ, അപ്പം നല്ല എരിവുള്ള കൊണ്ടാട്ടമുളകിൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊണ്ടാട്ടമുളക് എടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കഴുകണതേ കാണിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യമൊന്നുമല്ല, ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ 2 കൈയും വെച്ചിട്ട് തന്നെ കഴുകുക. കാരണം ഒത്തിരി ഇതിലിങ്ങനെ ഇല ചീഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ, അതൊന്ന് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ചില ആൾക്കാർ ഞെട്ടോടുകൂടി ഇടാറുണ്ട്. ഞാനൊന്ന് ഞെട്ട് കളഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഞെട്ടൊക്കെ കളഞ്ഞെടുക്കണം. ഞെട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്, കാരണം ഇത്തിരി ബലത്തിൽ തന്നെ ഇരിക്കണം. എന്നാലും ഞാൻ കുറച്ച് ടൈം എടുത്ത് അതൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടാട്ടമുളകത്തിൻ്റെ നടുക് ഭാഗം ഉണ്ടല്ലോ, ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് പൊളിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തത്. അങ്ങനെ അവസാനം അതങ്ങ് തീർത്തു കേട്ടോ. ഇനി ഈ ഒരു മുളകിൽ ഫുള്ള് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അളവൊന്നും പറയുന്നില്ല, ഞാൻ കയ്യിൽ എടുത്ത് ഞാനൊന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു പിഞ്ഞാണത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് പുളി ഞാൻ ഞരടി വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളത്തിനാണ്. അപ്പോൾ അതങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. ഇനി ഒരു പാത്രത്തിൽ 2 കട്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാനിയും റെഡിയാക്കി വെക്കണേ. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വയ്ക്കാണ് വേണ്ടത്. അപ്പം മുളക് നമ്മൾ എത്ര എടുക്കുന്ന അതിനാവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിനും അളവ് പറയുന്നില്ല. നല്ലപോലെ ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ നല്ലെണ്ണയിൽ ചെയ്യേണ്ട അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷം ഈ മുളക് ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാൻ വാട്ടിയെടുക്കുന്നത്. മൊത്തത്തിലിട്ട് വാട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ഇതിൽ കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ട് ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വാട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതൊന്നും എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ അടുത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ. ഈ മുളകൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടാണ് നമ്മളിതൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നല്ലപോലെ കൈയൊക്കെ വാഷ് ചെയ്ത് സോപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ മുഖത്തൊക്കെ ഇട്ട് തേക്കുക. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പിടിക്കാനൊക്കെ പാടുള്ളൂ കേട്ടോ. നല്ല എരിയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എനിക്ക് തന്നെ പണി കിട്ടി. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ ആദ്യമേ അത് ചെയ്യുന്ന സമയത്ത് അമ്മ പറഞ്ഞിരുന്നു അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഞാനത് പെട്ടെന്ന് ആലോചിക്കുകയും ചെയ്തില്ല. കൈയൊന്ന് വെറുതെ കഴുകുക മാത്രമേ ചെയ്യൂ. പക്ഷെ ആ വെറുതെ കഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് കൈ സോപ്പിട്ട് തന്നെ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ എല്ലാ മുളകും വാട്ടിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമുക്ക് ബാക്കി കാര്യം ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കടുകും പൊട്ടിക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടണം കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെറിയ പിടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചതച്ചെടുത്തത്. ആ ഒരു പിടി തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചതച്ചൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കരിഞ്ഞൊന്നും വരരുത്. ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ പുളിവെള്ളത്തിലെ പുളി മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. നമ്മൾ ഓൾറെഡി മുളകിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതിനും ഒരുപാട് ഉപ്പൊന്നും ഇതിലിടണ്ട, പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല പോലെ അരിച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇട്ടൊന്ന് അരിച്ചെടുത്തേക്കാണ്. നമ്മൾ അരിച്ച് മാറ്റിയെങ്ങനെ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിലാകാണ് അരിച്ചൊഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത്
നല്ലപോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ മുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലൊരു കുറുകി വരുന്ന സമയമാകുമ്പോഴാണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഫ്ലെയിം പിന്നെയും ഓൺ ചെയ്യേണ്ടത് നമ്മൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. അത് ഞാനിതിൽ പറയാൻ വിട്ടിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. കാരണം ആ പാനിയും പുളിവെള്ളമൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കുപ്പിയിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷമായിട്ടോ ഞാൻ മാറ്റിയേക്കുന്നത്. അപ്പോൾ ഞാൻ ആ കൈ കൊണ്ട് തന്നെ പതുക്കെ കുറച്ച് പുറത്തോട്ട് പോകാത്ത ലെവലിൽ കോരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പോലെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് കോരി നിറയ്ക്കുകയാണ്. എനിക്ക് ചെറിയ ഒരു ഡപ്പിയിലേക്ക് മാത്രമായിട്ടുള്ള മുളക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് തികഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിലെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഇതിലെന്താ ചൊറുക്കൊഴിക്കാത്തത്. ചൊറുക്കയുടെ ആവശ്യമില്ല, ഓൾറെഡി നമ്മളിതിൽ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്, ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുളകച്ചാറാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റിയാണെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഒരു പ്രാവശ്യമായിട്ട് അമ്മ അത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്രാവശ്യം മുളക് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോഴാണ് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ ഉണ്ടാക്കിക്കോ, നല്ലതാണ്, ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.